ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഒരു കഥയിലൂടെ തുടങ്ങിയാലോ? അതെ, പുട്ടാലു ഒരു രാജ്യത്തിന്റെ യുവരാജാവായി അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഒരു ദിവസം പുട്ടാലു ഒരു യാത്രയിലായിരുന്നു. മുന്നോട്ട് പോകുമ്പോൾ അതാ ദൂരെ കുറെ കമ്പിവേലികൾ. മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ തൊട്ടടുത്ത അയൽ രാജാവായ ഗൊമ്മാലുവിന്റെ ആൾക്കാർ അദ്ദേഹത്തെ തടഞ്ഞു. നിങ്ങൾ എന്തിനാണ് എന്നെ തടയുന്നത്? ഇത് ഞങ്ങളുടെ കരാതിർത്തിയാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നിങ്ങൾക്ക് അനുവാദം കൂടാതെ പ്രവേശനമില്ല. അപ്പോൾ പുട്ടാലുവിന് ഒരു കാര്യം മനസ്സിലായി. രാജ്യത്തിന് അതിർത്തികളുണ്ട്. ഈ കരയതിർത്തി വരെയാണ് ഞങ്ങളുടെ രാജ്യം. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം പുട്ടാലു മറ്റൊരു യാത്രയിലായിരുന്നു. ഇത്തവണ യാത്ര സമുദ്രത്തിലൂടെയാണ് കേട്ടോ. ആഹാ, 4 വശവും ജലം. ഇവിടെ അതിർത്തി വേലികളില്ല. ആരും എന്നെ തടയാനില്ല. പക്ഷെ പറഞ്ഞു തീർന്നില്ല. അതിനു മുമ്പ് ഗൊമ്മാലുവിന്റെ ഒരു കപ്പൽ പുട്ടാലുവിനെ വീണ്ടും തടഞ്ഞു. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ എന്നെ തടയുന്നത്? ഇവിടെ അതിർത്തി വേലികളില്ലല്ലോ. എന്തിനായിരിക്കാം ഗൊമ്മാലുവിന്റെ കപ്പൽ പുട്ടാലുവിനെ തടഞ്ഞത്? അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതെ, മാരിടൈം ബൗണ്ടറീസ് ലൈഫ് വൈ ഫ്രെയിംസിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഫ്രണ്ട്സ്, അടുത്തിടെ ന്യൂസിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം ഇന്ത്യയുടെ വിശാഖപട്ടണത്ത് സൈനികാഭ്യാസം കഴിഞ്ഞ് തിരികെ പോയ ഇറാനിയൻ യുദ്ധക്കപ്പലായ INS ദേനയെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ വെച്ച് അമേരിക്ക തകർത്തിരുന്നു. എന്നാൽ മറ്റു 2 യുദ്ധക്കപ്പലുകൾ ശ്രീലങ്കയിലും ഇന്ത്യയിലും അഭയം തേടി. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരു യുദ്ധക്കപ്പലിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാത്തത്? അവ ഇന്റർനാഷണൽ വാട്ടേഴ്സിലാണ്. അപ്പോൾ എന്താണ് ഈ ഇന്റർനാഷണൽ വാട്ടേഴ്സ്? എന്താണ് നമ്മുടെ അതിർത്തി? അതെ, സമുദ്രാതിർത്തി. ഇത്തരം കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ബഹിരാകാശത്തിൽ നിന്നും ഭൂമിയെ നോക്കുമ്പോൾ അതൊരു വലിയ നീല ഗ്രഹം പോലെ തോന്നും. കാരണം നമ്മുടെ ഗ്രഹത്തിന്റെ ഏകദേശം 71% ഭാഗം സമുദ്രമാണ്. അതെ, ഭൂമിയുടെ ഉപരിതലത്തിൽ കരയേക്കാൾ കൂടുതൽ ജലഭാഗമാണ്. കടലിനെ നോക്കുമ്പോൾ അത് അനന്തമായ ഒരു ലോകം പോലെ തോന്നും. മതിലുകളില്ല, വേലികളില്ല, അതിർത്തികളില്ല. അതുകൊണ്ടാണ് പലരും കരുതുന്നത് കടൽ മുഴുവനും എല്ലാവർക്കും സ്വതന്ത്രമാണെന്ന്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ ലോകത്തിന്റെ സാമ്പത്തിക സംവിധാനത്തിന്റെ വലിയൊരു ഭാഗം ഈ സമുദ്രങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. ലോക വ്യാപാരത്തിന്റെ ഏകദേശം 90% ചരക്കുകളും കടൽ മാർഗമാണ് സഞ്ചരിക്കുന്നത്. ഈ വലിയ ചരക്ക് കപ്പലുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സാധനങ്ങൾ കൊണ്ടുപോകുന്നു. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, വാഹനങ്ങൾ, വ്യവസായ യന്ത്രങ്ങൾ, ഉപഭോക്തൃ സാധനങ്ങൾ. ചില കപ്പലുകൾ ഒരേ സമയം ആയിരക്കണക്കിന് വാഹനങ്ങൾ പോലും കൊണ്ടുപോകാൻ കഴിയും. ഈ കപ്പലുകളില്ലെങ്കിൽ ലോക വ്യാപാരം ഇന്നുപോലെ പ്രവർത്തിക്കില്ല. ലോകത്തിലെ വലിയ തുറമുഖങ്ങളിൽ ദിവസവും ആയിരക്കണക്കിന് കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്നും ഇറക്കുന്നു. ഈ തുറമുഖങ്ങൾ ലോക സാമ്പത്തിക സംവിധാനത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളാണ്. ഈ തുറമുഖങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നു. അതുകൊണ്ടാണ് സമുദ്ര വ്യാപാരം ലോക സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് സ്വാധീനിക്കുന്നത്. എന്നാൽ സമുദ്രം വ്യാപാരത്തിനുള്ള പാത മാത്രമല്ല, അതിന്റെ അടിയിൽ വൻ പ്രകൃതി സമ്പത്തുകൾ ഒളിഞ്ഞുകിടക്കുന്നു. എണ്ണ, പ്രകൃതിവാതകം, മറ്റു ധാതുക്കൾ. സമുദ്രത്തിന്റെ അടിയിൽ വലിയ യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഈ വിഭവങ്ങൾ കണ്ടെത്തുകയും ഖനനം ചെയ്യുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ സമുദ്രത്തിന്റെ നിയന്ത്രണം രാജ്യങ്ങൾക്ക് വളരെ പ്രധാനമാണ്. സമുദ്രത്തിന്റെ അടിയിലൂടെ എണ്ണയും പ്രകൃതിവാതകവും വലിയ പൈപ്പ് ലൈനുകളിലൂടെ വിവിധ രാജ്യങ്ങളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ ലോകത്തിന്റെ ഇന്റർനെറ്റ് ബന്ധത്തിന്റെ വലിയൊരു ഭാഗം സമുദ്രത്തിന്റെ അടിയിലൂടെ പോകുന്ന സബ്മറൈൻ കേബിളുകൾ വഴിയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ലോ ഓഫ് ദ സീ എന്ന നിയമപ്രകാരം രാജ്യങ്ങൾക്ക് സമുദ്രത്തിൽ വിവിധ മേഖലകളിൽ വ്യത്യസ്ത അധികാരങ്ങളുണ്ട്. തീരത്തിൽ നിന്നും 12 നോട്ടിക്കൽ മൈൽ വരെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. ഇവിടെ ആ രാജ്യത്തിന്റെ പൂർണ്ണ നിയന്ത്രണമാണ്. അതിനപ്പുറം 200 നോട്ടിക്കൽ മൈൽ വരെ എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ. ഇവിടെ മത്സ്യബന്ധനവും പ്രകൃതി വിഭവങ്ങളും ആ രാജ്യത്തിന്റെ അവകാശമാണ്. നമ്മൾ കരുതുന്നത് പോലെ കടൽ മുഴുവനും സ്വതന്ത്രമല്ല. സമുദ്രത്തിനും അദൃശ്യമായ അതിർത്തികളുണ്ട്. അതെ, മാരിടൈം ബൗണ്ടറീസ് അല്ലെങ്കിൽ മാരിടൈം സോൺസ് മാപ്പ്. അതിനാൽ അടുത്ത തവണ നിങ്ങൾ കടൽ കാണുമ്പോൾ അത് വെറും ജലം മാത്രമല്ലെന്ന് ഓർക്കുക. അതിന്റെ തിരകളുടെ അടിയിൽ അദൃശ്യമായ അതിർത്തികളും നിയമങ്ങളും ശക്തിയും രാഷ്ട്രീയവും ഒളിഞ്ഞിരിക്കുന്നു. കാരണം കടലിന് അതിർത്തികളുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ.